ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് നാടൻ വെജിറ്റബിൾ റൈസ് ഒന്നും ഉണ്ടാക്കിയാലോ. ഇത് വളരെ ഹെൽത്തിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നോക്കാം. അതിന് ആദ്യം ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സാമ്പാറിനും അവിയലിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ വേണം. ഒരു ചുണ്ടയ്ക്കാര വലുപ്പത്തിൽ പുളി വേണം, ചീര വേണം കേട്ടോ. മുരിങ്ങയിലയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കായപ്പൊടി, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാമ്പാറിന് അവിയലിനൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ക്യാരറ്റ്, കത്തിരിക്ക, തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, പടവലം, മത്തൻ, വെള്ളരിക്ക, വാഴയ്ക്ക, ബീൻസ്, ചീനിയമരയ്ക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1 കപ്പ് തേങ്ങ, മുരിങ്ങയില, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 കുടങ്ങൽ ഇല കൂടെ ചേർത്തിട്ടുണ്ട്. 4 എടുക്കാവൂ. അത് കഴിഞ്ഞിട്ട് ഈ മസാലകളെല്ലാം വേണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കപ്പ് കിച്ചൻ കിങ് അരിയും 1/2 കപ്പ് സാമ്പാർ പരിപ്പുമാണ് വേണ്ടത്. ആദ്യം അരിയും സാമ്പാർ പരിപ്പും കൂടെ കഴുകി നമുക്കൊരു കുക്കറിൽ എടുക്കാം. അതിലേക്ക് പുളി നമ്മൾ നവടിയില്ലേ, അത് 1 ഗ്ലാസ് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് 2.5 ഗ്ലാസ് വെള്ളം, നമ്മൾ ഏത് കപ്പിലാണ് അരി എടുത്തോ അതിലേക്ക്. അപ്പം ടോട്ടൽ 3.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഉള്ളി, വെളുത്തുള്ളി, എല്ലാ വെജിറ്റബിൾസും കൂടെ കേട്ടോ. കത്തിരിക്ക, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക കൂടെ ചേർക്കാം. മുരിങ്ങയ്ക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. മുരിങ്ങയ്ക്കയ്ക്ക് ഭയങ്കര വിലയുമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങാത്തത് കുറച്ച് ദിവസമായിട്ട്. ഇത് എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മൾ ചേർത്ത്, ഇനി മുരിങ്ങയില സകലമേ ചേർക്കാവൂ, ഒരുപാട് ചേർക്കണ്ട. 4 കുടങ്ങലും സകലം മുരിങ്ങയിലയും, തേങ്ങ 1 കപ്പ് തേങ്ങ കൂടെ ചേർക്കണം. പിന്നെ ഈ മസാല പൊടികളെല്ലാം ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ചേമ്പ് വേവിച്ചതാണ്. വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് കുക്കർ അടുപ്പത്ത് വയ്ക്കണം. സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇടാം. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞ് വേണം നമ്മൾ സ്റ്റൗ തുറന്ന് നോക്കേണ്ടത്. ഇനി ഇതിന് കടുക് വറുക്കാം. നമുക്ക് കടുക് വറുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്ന്. നമുക്ക് കടുകിടാം. അത് കഴിഞ്ഞിട്ട് ഉലുവ, ചെറിയ ഉള്ളി, കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്ത് ഈ റൈസിൽ നമുക്ക് ചേർക്കാം. ഇത് നല്ല അടിപൊളി റൈസാണ്, വളരെ ഹെൽത്തിയുമാണ് ഈ റൈസ് കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് ഇത് ചെറുപ്പത്തിലേ നമ്മൾ ഈ ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. വലുതാവുമ്പോഴും അവർ കഴിക്കും കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്